കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതോടെ ആഘോഷ തിരുമുപ്പിലാണ് സമരവേദിയായ ജന്തർ മന്ദിർ. പ്രവർത്തകരെല്ലാം തന്നെ ജനഗണമന അടക്കം പാടിയിട്ടാണ് ഈ സമരം ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് എത്തുന്നത്. കൂടാതെ ഇപ്പോൾ അതായത് വൈകുന്നേരം തന്നെ കുറച്ച് സമയത്തിന് മുമ്പാണ് ഈ JP നഡ്ഡയുമായിട്ടും അതോടൊപ്പം തന്നെ ജിതേന്ദ്ര സിംഗുമായിട്ടും ഒക്കെ ഈ പാറ്റ പ്രവർത്തകർ ഒന്നും കൂടെ ചർച്ച നടത്തി. അതായത് നാലാം ഘട്ട ചർച്ചകൾ നടത്തി. അതിൽ അവർ ഉന്നയിച്ച രണ്ട് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ഈ നീറ്റ് വിദ്യാർത്ഥിക്ക് അതായത് നീറ്റ് പരീക്ഷയിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് 1 കോടി രൂപ വെച്ച് നഷ്ടപരിഹാരം നൽകണം. കൂടാതെ ഈ പാറ്റ പ്രവർത്തകർക്ക് പേരിൽ എടുത്തിട്ടുള്ള കേസുകൾ, അതായത് FIR ഉൾപ്പെടെ എല്ലാം പിൻവലിക്കണം എന്നതാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അതെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു ഉറപ്പ് നൽകി, അതായത് പിൻവലിക്കാം എന്നൊരു ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഭാവിയിൽ ഇവർക്ക് എതിരെ യാതൊരു തരത്തിലുമുള്ള കേസുകളോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഇതുമായി ബന്ധപ്പെട്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകില്ല എന്നും കൂടി എഴുതി നൽകാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ചൊവ്വാഴ്ചക്കകം എഴുതി പാറ്റ പ്രവർത്തകർക്ക് നൽകും എന്നാണ് ഈ പാറ്റ പ്രവർത്തകർ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ പറഞ്ഞിട്ടുള്ളത്. എന്നാലും വലിയ രീതിയിലുള്ള ഒരു ഐതിഹാസികമായ ഒരു വിജയം പാറ്റ പ്രവർത്തകർക്ക് അവർ നേടിയെടുത്തു എന്നതാണ് ഏറ്റവും പ്രധാനം. സമര നായകനും അതോടൊപ്പം തന്നെ CJP നേതാവുമായ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലായിരുന്നു സമരക്കാർ തടിച്ചുകൂടിയത്. നീറ്റ് പരീക്ഷ നടത്തിപ്പിനെ തുടർന്ന് ജീവനൊടുക്കിയ കുട്ടികളുടെ പേര് അഭിജിത്ത് ഉറക്കെ വായിക്കുകയും കുട്ടികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. സമരജീവിതം ജീവത്യാഗം ചെയ്ത കുട്ടികൾക്ക് സമർപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. 35 ദിവസം നീണ്ട സമരത്തിനൊടുവിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജി സമർപ്പിച്ചത്. പ്രധാൻ രാജിവെക്കില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയ സൂചന. എന്നാൽ പിന്നോട്ടില്ലെന്ന് സമരക്കാരും ഉറച്ച തീരുമാനമെടുത്തതോടെ മോദി സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. സോനം വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തോടെയാണ് സമരത്തിന് പുതുജീവൻ വെച്ചത്. നിരാഹാര സമരം വാർത്തകളിൽ ഇടം നേടിയതോടെ പാർട്ടികളുടെ സമരത്തിലേക്ക് യുവജനങ്ങൾ ഒഴുകി. വിദ്യാർത്ഥി സംഘടനകളും സമരത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചതോടെ രാജ്യവ്യാപകമായി ഇത് ആളിപ്പടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പാർലമെന്റിൽ പ്രതിപക്ഷവും രാജി ആവശ്യം ഉന്നയിച്ചതോടെ കേന്ദ്രം സമ്മർദ്ദത്തിലായി. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിന് അകത്തും പുറത്തും സമരം ശക്തമാക്കി. ഇതോടെ നരേന്ദ്രമോദി തന്നെ വിശദീകരണവുമായി രംഗത്തെത്തുകയുണ്ടായി. 2 തവണയാണ് മോദി ഇൻസ്റ്റാഗ്രാമിൽ എത്തിയത്. സമരം വ്യാപിപ്പിക്കുമ്പോഴും രാജ്യവ്യാപക ശ്രദ്ധ നേടുമ്പോഴും പ്രധാൻ രാജിവെക്കേണ്ട എന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. പ്രധാന്റെ രാജി ഒഴികെ സമരക്കാരുടെ മറ്റ് ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. സമരക്കാരെ തണുപ്പിക്കാൻ പരീക്ഷാ ചോർച്ച തടയാൻ പ്രത്യേക ബില്ലും പാർലമെന്റിൽ അവതരിപ്പിച്ചു. പ്രധാന്റെ രാജിയല്ലാതെ പിന്തിരിയില്ല എന്ന് CJP അന്ത്യശാസനം നൽകിയതോടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് 2ഓടെ അപ്രതീക്ഷിതമായ ഒരു രാജി പ്രഖ്യാപനമുണ്ടായത്. വീണത് ആദ്യ വിക്കറ്റ് മാത്രമാണെന്നാണ് CJP സമരനായകൻ അഭിജിത് ദീപ്ക പറയുന്നത്. ഇതുകൊണ്ട് നിർത്തില്ല എന്നും 36 ദിവസമായ സമരത്തിലിരുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും സല്യൂട്ട് എന്നാണ് ദീപ്ക പറയുന്നത്. സമരനായകനും CJP നേതാവുമായ അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിലായിരുന്നു സമരക്കാർ തടിച്ചുകൂടിയത്. നീറ്റ് പരീക്ഷ തട്ടിപ്പിനെ തുടർന്ന് ജീവനൊടുക്കിയ കുട്ടികളുടെ പേര് അഭിജിത് ദീപ്ക ഉറച്ചു വായിക്കുകയും കുട്ടികൾക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തു. സമരവീര്യം ജീവത്യാഗം ചെയ്ത കുട്ടികൾക്ക് സമർപ്പിക്കുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത്. 35 ദിവസം നീണ്ട സമരത്തിനൊടുവിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. പ്രധാൻ രാജിവെക്കില്ല എന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. എന്നാൽ പിന്നോട്ടില്ല എന്ന് സമരക്കാരും ഉറച്ച തീരുമാനമെടുത്തതോടെ ഇന്ന് സർക്കാർ മുട്ടുമടക്കി. കൂടാതെ 2ാം ഘട്ട ഒരു സമരം എന്ന നിലയിലേക്ക് CJP പോകുന്നത് നരേന്ദ്രമോദിയും അതോടൊപ്പം തന്നെ അമിത്ഷായും രാജിവെക്കണം, അതായത് മന്ത്രിസഭ മൊത്തത്തിൽ താഴെ ഇറക്കണം എന്ന ഒരു നീക്കത്തിലാണ് CJP ഇപ്പോൾ നിൽക്കുന്നത്. വാങ്ചുക്കിന്റെ നിരാഹാര സമരത്തോടെയാണ് സമരജീവന് പുതുജീവൻ വെച്ചത്. നിരാഹാര സമരം വാർത്തകളിൽ ഇടം നേടിയതോടെ പാർട്ടികളുടെ സമരത്തിലേക്ക് യുവജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയുണ്ടായി. വിദ്യാർത്ഥി സംഘടനകളും സമരത്തിന് ശക്തമായ പിന്തുണ പ്രഖ്യാപിച്ചതോടെ രാജ്യവ്യാപകമായി ആളിപ്പടർന്നു. പാർലമെന്റിൽ പ്രതിപക്ഷവും രാജി ആവശ്യം ഉന്നയിച്ചതോടെ കേന്ദ്രം കടുത്ത സമ്മർദ്ദത്തിലായി.